everyone. നമ്മളെല്ലാവരും എക്സാമിൻ്റെ നല്ലൊരു മൂഡിലാണുള്ളത് അല്ലേ? SSLC പരീക്ഷകൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും ഓരോ ദിവസം ഓരോ എക്സാമുമായിട്ട് നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ചില എക്സാം ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം SSLC പരീക്ഷയിലെ ഹാളിൽ നമ്മൾ കയറിയാൽ നമുക്ക് ആദ്യം ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു കൂൾ ഓഫ് ടൈം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ചില കുട്ടികൾക്ക് കൂൾ ഓഫ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി ബാക്കിയുള്ള ആൻസറുകൾ എങ്ങനെയെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അറിയാത്ത ആൻസറുകൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കുന്ന ചില ബിരുദന്മാരുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ആ ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണമെന്നറിയോ, നന്നായിട്ട് വായിച്ച് നോക്കണം. ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ആകെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും നല്ല വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഓപ്ഷൻസുകൾ നമുക്ക് എഴുതേണ്ടതുണ്ടാകും, ചിലത് എഴുതാനില്ലാത്തതുണ്ടാകും. അപ്പോൾ 2 ഓപ്ഷൻ വരുമ്പോൾ ഏത് ഓപ്ഷനാണ് എനിക്ക് അറിയുന്നത് അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണ് എനിക്ക് അറിയാത്തതെന്നൊക്കെ കൃത്യമായി വേർതിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നമുക്ക് ഓർമ്മയുണ്ടാകണം. മാത്രവുമല്ല, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ചോദ്യങ്ങളുണ്ട്, എല്ലാ ചോദ്യങ്ങളും തൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഒരു പേജ് തരാതിരുന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ തണുപ്പുള്ള സമയത്തെ കൂൾ ഓഫ് ടൈമിലെ ചില ചൂടൻ ചിന്തകളുമായിട്ടാവണം നമ്മൾ എക്സാം ഹാളിൽ കയറിയിരുന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്കറിയാം, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ബുക്ക്ലെറ്റ് കിട്ടും അല്ലേ? ബുക്ക്ലെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം അതിലൊരു മിസ്റ്റേക്ക് തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, വെട്ടി എന്ത് ചെയ്യരുത്, അതാകെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഒരിക്കലും മാറരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കേസിൽ ഒരു മിസ്റ്റേക്ക് നമ്മുടെ റോൾ നമ്പർ എഴുതുന്നിടത്തോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ലെറ്റർ എഴുതുന്നിടത്തൊക്കെ എന്തെങ്കിലും ചില മിസ്റ്റേക്കുകൾ വന്നാൽ തന്നെ അത് ഉടൻ നിങ്ങൾ ആ ഇൻവിജിലേറ്ററെ അറിയിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതിനുള്ള പരിഹാരം കാണണം. അതല്ലാതെ നമ്മളവിടെ ഒരു വര ഇടുന്നതിന് പകരം ഒരുപാട് കുത്തിവര ഇട്ട് അവസാനം ആ പേപ്പർ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറരുത്. അപ്പം മുഖം നന്നാക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ടീച്ചർ ആൻസർ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ, നിങ്ങളുടെ പേപ്പർ എടുക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ്റെ ഫ്രണ്ട് പേജിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ ബെസ്റ്റ് ഇംപ്രഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, അവർക്ക് നോക്കാൻ സാധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ മാർജിൻ എന്ന് പറയുന്ന സംഗതി. ഈ പറഞ്ഞ മാർജിൻ നമ്മൾ വരക്കുമ്പോൾ കൃത്യമായ ഒരു ശ്രദ്ധ അതിൽ വേണം. പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജുകളൊക്കെ എഴുതുമ്പോൾ. അപ്പോൾ നമ്മൾ മാർജിൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാർജിൻ കാണുന്ന രൂപത്തിലാവണം. മാത്രവുമല്ല, ആ മാർജിനിൻ്റെ ഇടതുവശത്തായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പറുകൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു 15ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യനിൽ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ 15 നമ്പർ ഇടും. എന്നിട്ട് അതിന് ABC ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ABC ഓപ്ഷനുകൾ മാർജിൻ്റെ ഉള്ളിലുമായിരിക്കണം, അഥവാ റൈറ്റ് സൈഡിലായിരിക്കണം. ഓക്കെ, ഓപ്ഷനുകൾ ലെഫ്റ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നോക്കുന്ന ടീച്ചർ എന്തായിരിക്കും, പ്രയാസമുള്ള സംഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെ മാർജിൻ്റെ ഉള്ളിൽ വേണം നമ്മുടെ ഓപ്ഷനുകൾ എന്ത് ചെയ്യാൻ, ABC എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യരുത്, ഒന്നായിട്ട് നമ്മൾ എഴുതുമ്പോൾ വളരെ വൃത്തിയോട് കൂടിയിട്ട് എഴുതുമ്പോൾ ABC എന്നുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ ഇടവേളകൾ വേണം. അഥവാ A എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞാൽ B എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ തന്നെ വരുന്ന രൂപത്തിൽ ആകെ നിറച്ചെന്ത് ചെയ്യരുത്, നോക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാവുന്ന രൂപത്തിലേക്ക് നമ്മൾ ഒരിക്കലും മാറ്റരുത്. A കഴിഞ്ഞ് ഒരല്പം ഗ്യാപ്പ് ഇട്ട് കണ്ട് ഒരു ലൈൻ ഗ്യാപ്പ് ഇട്ട് കണ്ട് B, അത് കഴിഞ്ഞ് ഒരു ലൈനിൽ ഗ്യാപ്പ് ഇട്ട് കണ്ട് C, ആ രൂപത്തിൽ വൃത്തിയോട് കൂടിയിട്ട് വേണം നമ്മുടെ ആൻസർ പേപ്പർ ഉണ്ടാവാൻ. ഓക്കെ, ഇനി നമ്പർ എഴുതുന്ന കാര്യത്തിൽ തന്നെ വളരെയധികം പ്രയാസമാണ് പലപ്പോഴും ഇത് നോക്കുന്ന ടീച്ചേഴ്സിന് ഉണ്ടാക്കല്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ നമ്പർ എഴുതുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഓർഡറും ഇല്ലാതെ എഴുതുന്നത് കാണാൻ പറ്റും. സാധാരണ ഒരു പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ നമ്മൾക്ക് എപ്പോഴും കൃത്യമായ ഫസ്റ്റ് മുതൽ, അഥവാ 1, 2, 3, 4 എന്നുള്ള രൂപത്തിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്താ, നമ്മൾ തുടക്കം തന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് ചെയ്യുന്നത് എങ്കിൽ അത് നോക്കുന്ന ടീച്ചറിന് ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താ, ഇവർക്ക് ആദ്യത്തെ ഒരു 8-10 ക്വസ്റ്റ്യൻ അറിയുക
പോലും ഇല്ല. അതുകൊണ്ടാണ് ഇവന് 11ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത് എഴുതിയത് എന്നുള്ളൊരു ചിന്ത എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സിന് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന 1ാമത് മുതൽ തന്നെ ക്രമപ്രകാരമുള്ള നമ്പറുകൾ തന്നെ ഇടാൻ വേണ്ടി പ്രത്യേകം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം. മാത്രമല്ല ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ വെച്ചാൽ ഇപ്പോൾ ABC ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ചില കുട്ടികൾ ഇപ്പോൾ 15A ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടാവും, 15ന്റെ B അവനക്ക് അറിയുന്നുണ്ടാവില്ല, 15C അറിയുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ 15A എഴുതും, എന്നിട്ട് 15C എഴുതും. പിന്നെ 15B എഴുതൽ അപ്പുറത്തെ പേജിലോ അല്ലെങ്കിൽ അവസാനത്തിലെ കേൾക്കണം 15B എന്ന് എഴുതുക. ഇത് കാണുന്ന ഒരു ടീച്ചറിന് ഉണ്ടാക്കുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഒരു ടീച്ചറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ പറഞ്ഞ മാർക്ക് സ്കോർ ചെയ്ത് കണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഓരോ ചോദ്യങ്ങൾക്കും എത്ര മാർക്ക് കുട്ടി സ്കോർ ചെയ്തിരിക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്താനുള്ള സംഗതി ഉണ്ട്. ഇത് രേഖപ്പെടുത്തുമ്പോൾ ആ ഓർഡറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ടീച്ചറിന് നോക്കുന്ന ടീച്ചറിന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ പേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഓർഡറും ഇല്ലാതെ കുറേ 4ാമത്തെ ഓപ്ഷനിൽ നിന്ന് കുറേ 3ാമത്തെ ഭാഗത്ത് നിന്ന് കുറേ 2ാമത്തെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ നമുക്കറിയാം മുഴുവനായിട്ട് ആ ഓപ്ഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യനുകളുണ്ട്, ഓപ്ഷനുകൾ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ നോക്കുന്ന ടീച്ചേഴ്സിന് ഭയങ്കര പ്രയാസമുള്ളൊരു സംഗതിയായിരിക്കും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നിങ്ങളുടെ മാർക്കുകൾ ആൻസർ പേപ്പറിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം നമ്മളെ ടീച്ചേഴ്സ് നിങ്ങൾ എത്ര പഠിച്ചിരുന്നു എന്നോ നിങ്ങൾ രാത്രി 2 മണിക്ക് ഉറക്കം വിളിച്ച് പഠിച്ചിരുന്നു എന്നൊന്നും ടീച്ചറിന് അറിയില്ല. കാരണം ഏതോ നാട്ടിലെ ഏതോ സ്കൂളിലെ ഏതോ കുട്ടിയുടെ പേപ്പറായിരിക്കും അത് നോക്കുന്ന ടീച്ചറിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻസർ പേപ്പറിൽ എന്തുണ്ട് എന്നുള്ളതാണ് ആ ടീച്ചറിന് ആകെ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിലായിരിക്കും അവർ മാർക്ക് സ്കോർ ചെയ്യുക. നമ്മുടെ ഒരു ചോദ്യപേപ്പറിലെ ആൻസറിൻ്റെ പ്രശ്നങ്ങൾ കാരണം മറ്റുള്ള കുട്ടികൾക്ക് കൂടി ദേഷ്യം പിടിച്ച ടീച്ചർ മാർക്ക് കുറക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യരുത് ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കരുത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആൻസർ പേപ്പർ വളരെ സിമ്പിൾ വേർഡ്സിലായിരിക്കണം എഴുതേണ്ടത്. നമ്മുടെ യമണ്ടൻ വാക്കുകളൊന്നും അതിൽ കൊണ്ടുപോയി എന്ത് ചെയ്യരുത് തള്ളരുത്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാത്ത അർത്ഥങ്ങളുള്ള ചില വലിയ വാക്കുകളൊക്കെ ഉണ്ടാവും. ആ വാക്കുകളൊക്കെ നമ്മൾ ലാംഗ്വേജിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ ഏതെങ്കിലും മീനിങ് ആയിരിക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വലിയ വാക്കുകൾ കടുകട്ടിയുള്ള ലാംഗ്വേജുകൾക്ക് പകരം ഏറ്റവും ഈസി ആയിട്ട് ആർക്ക് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സിമ്പിൾ വേർഡ്സിലായിരിക്കണം നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതേണ്ടതുണ്ട്. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആൻസർ പേപ്പർ ഉണ്ടാവേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലാംഗ്വേജിൽ ആൻസർ എഴുതുന്ന രീതി ആവൂല സയൻസിലുള്ള ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും എഴുതിയിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാം ലാംഗ്വേജിൽ എഴുതുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മുടെ മലയാളം അറബിക് പോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും പാരഗ്രാഫ് വലിയ വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ കൃത്യമായ പാരഗ്രാഫ് ഉണ്ടായിരിക്കൽ വളരെ നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് അതിന് ഹെഡിങ് ഉണ്ടാവണം. നോട്ടീസ് ആണെങ്കിൽ നോട്ടീസ് എന്ന് നമ്മൾ കൊടുക്കണം. അതല്ല ഏതെങ്കിലും നിലക്കുള്ള ലെറ്റർ ആണെങ്കിൽ ലെറ്റർ എന്ന് നമ്മൾ കൊടുക്കണം. ലെറ്ററൊക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജിൽ തന്നെ അത് കോളം വരച്ച് എഴുതാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കുട്ടികൾ ഉണ്ടാകും ഒരു പേജിൽ ഒരു ഹാഫ് ലെറ്റർ ബാക്കി ഹാഫ് അപ്പുറത്തെ പേജിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെയൊന്നും വളരെ എന്താ പറയുക ഒരു നല്ല രൂപത്തിലല്ലാത്ത ലെറ്ററുകൾ എന്ത് ചെയ്യരുത് നമ്മൾ എഴുതരുത്. കൃത്യമായി ഒരു പേജിൽ തന്നെ അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പ്രത്യേകം എന്ത് ചെയ്യണം നമ്മൾ ശ്രമിക്കുകയും വേണം. ഇനി അതല്ല സയൻസ് വിഷയങ്ങളാണ് ചിലപ്പോൾ പിക്ചേഴ്സ് വരക്കാനുണ്ടാകും. ആ പിക്ചറുകളൊക്കെ കൃത്യമായി വരക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുത്തിനേക്കാൾ വേഗത്തിൽ മനസ്സിലാകാനുള്ള ചില പിക്ചേഴ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എളുപ്പത്തിൽ അത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ ആ ടീച്ചറിന് മനസ്സിലാവണത് ഈ ചോദ്യത്തിന് ഉത്തരം ഈ കുട്ടിക്ക് അറിയാം എന്ന്. കാരണം നമ്മുടെ ഓരോ 1 by വേർഡ് വായിക്കാനുള്ള ടൈമൊന്നും നോക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. അവരിങ്ങനെ ഓടിച്ച് നോക്കുന്ന സമയത്ത് നല്ല നല്ല പോയിന്റുകൾ എന്ത് ചെയ്യണം അവരുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ ആ പോയിന്റുകൾ പ്രത്യേകിച്ച് വലിയ എസ്സേകളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഒരു പേജ് എഴുതിയത് ഓരോ അക്ഷരം വായിക്കാനുള്ള സമയം സ്വാഭാവികമായിട്ടും നോക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കൃത്യമായ നല്ല പോയിന്റുകൾ എഴുതി അതിൻ്റെ അടിയിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ടീച്ചറിന് ഇതാ ഒരു 4-5 പോയിന്റുകൾ ഈ കുട്ടി കറക്റ്റായിട്ട് ഈ പറഞ്ഞ എസ്സേയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് കിട്ടേണ്ട 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് എന്ത് ചെയ്യും കൃത്യമായി നമ്മുടെ മാർജിനിൽ വീണിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമാകണം. മാത്രമല്ല ചിലപ്പോൾ കമ്പയറിങ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഗാൽവാനിക് സെല്ലും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെല്ലും വേർതിരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ എഴുതാനുണ്ടാകും. അവിടെ നമ്മൾ ഒരു പിന്നെ എന്ത് ചെയ്യുക, കോളം വരച്ച് കണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കോളത്തിൽ ഗാൽവാനിക് സെല്ല്, റൈറ്റ് സൈഡിൽ ഇലക്ട്രോലൈറ്റിക് സെല്ല്, ഇങ്ങനെ കമ്പയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ടീച്ചറിന് അതെന്ത് ചെയ്യും, ഇംപ്രസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറും. മാത്സ് പോലുള്ള പിന്നെ ആൻസർ പേപ്പർ ആണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പുകൾ അതിലുണ്ടാവണം. ചിലപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റായ ആൻസർ അറിയുന്നുണ്ടാകും, എങ്കിൽ പോലും നമ്മൾ ഏത് വഴിയിലൂടെയാണ് ആ ആൻസറിൽ എത്തിച്ചേർന്നത് എന്ന് കൃത്യമായി അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായാൽ എവിടെയെങ്കിലും ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻസർ ഒരു പക്ഷേ തെറ്റിപ്പോയിട്ടുണ്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത്, പക്ഷെ അതിൻ്റെ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ആ നോക്കുന്ന ടീച്ചറിന് കൃത്യമായി മനസ്സിലാക്കും ഇവൻ എല്ലാ കാര്യങ്ങളും അറിയാം, ലാസ്റ്റ് ആൻസർ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, പരമാവധി മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചറിന് നൽകാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പും ഇല്ലാതെ ഡയറക്റ്റ് ആൻസർ എഴുതി അതാണെങ്കിൽ കഷ്ടകാലത്തിന് തെറ്റിപ്പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ 0 മാർക്കായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് പോലുള്ളതൊക്കെ നമ്മൾ മാർക്ക് നോക്കി തന്നെ വേണം എഴുതാൻ. ലാംഗ്വേജുകളാണെങ്കിലും ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് നമുക്ക് കുറേ അറിയുന്നുണ്ടാകും, അതിന് നമ്മൾ 1 പേജ് എഴുതിയേക്കും, പകരം 6 മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ സമയം കിട്ടാതെ അവസാനം 4 വരിയിൽ എഴുതി തീർക്കുകയും ചെയ്യുന്നൊരവസ്ഥ പല കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. നമുക്കൊരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ സംഭവിച്ചുകൂടാ. ഒരു വേർഡാണോ എഴുതേണ്ടത് അത് കൃത്യമായി ഒരു വേർഡ് എഴുതുക. ചിലത് വാട്ട് അല്ലെങ്കിൽ വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അതിനെ ഒരു വേർഡ് എഴുതിയാൽ പോരാ, അതിന് നമ്മൾ സെന്റൻസ് തന്നെ എഴുതണം. ചുരുക്കി എന്ത് ചെയ്യരുത്, അത് ഇല്ലാത്ത രൂപത്തിൽ ഒരു പക്ഷേ നമുക്ക് ആൻസർ അറിയുന്നതാണെങ്കിൽ പോലും നമ്മുടെ ചുരുക്കൽ കാരണം എന്ത് ചെയ്യരുത്, മാർക്ക് കുറയുന്ന അവസ്ഥ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉണ്ടാവരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ 1 മുതൽ അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, ബാക്കി ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും അവസാനത്തിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അറിയുന്ന രൂപത്തിൽ എന്ത് പോയിന്റാണോ നമുക്ക് അത് വെച്ച് അറിയുന്നത് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് അലമ്പാക്കരുത്. ചിലപ്പോൾ ഉത്തരം അല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും നമുക്കറിയുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ വലിയ തള്ളുകൾ തള്ളിക്കഴിഞ്ഞാൽ നോക്കുന്ന ടീച്ചറിന് പെട്ടെന്ന് മനസ്സിലാക്കും ഇവൻ എന്താണ് ഒന്നും അറിയാത്ത ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള മാർക്കും എന്ത് ചെയ്യും, നശിപ്പിക്കുന്നതിന് കാരണമാകും. മാത്രമല്ല ചില കുട്ടികളുടെയൊക്കെ സ്വഭാവമാണ് ആൻസർ പേപ്പറിൻ്റെ അവസാനത്തിൽ സാറേ എന്നെ രക്ഷിക്കണം, എനിക്കും കൂടി മാർക്ക് ജയിച്ചില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവുന്ന പോലെ പണ്ടത്തെ ആൻസർ പേപ്പറുകളിലൊക്കെ ഉള്ളതുപോലെയുള്ള ചില കമൻറ്റുകളൊക്കെ ചില കുട്ടികളെങ്കിലും അവസാനത്തിൽ എഴുതി വെക്കാറുണ്ട്. ഇതൊന്നും ഒരു പഠിക്കുന്ന കുട്ടിയുടെ സ്വഭാവമേ അല്ല. നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു ദുശ്ശീലം ചെയ്യരുത്, ഉണ്ടാവരുത്. മാത്രമല്ല ആൻസർ പേപ്പറിൽ എന്തെങ്കിലും ചിത്രങ്ങൾ വെറുതെ വരക്കുക, ചില കാർട്ടൂണുകൾ വരച്ചു വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ ആൻസർ പേപ്പറിൽ ഉണ്ടാവരുത്. അത് നീറ്റായിരിക്കണം, ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട സംഗതിയാണ്, നമ്മുടെ ആൻസർ പേപ്പറിൽ ഒരിക്കലും ഒരു ചീറ്റിംഗ് പാടില്ല. അത് നമ്മൾ പരീക്ഷാ ഹാളിൽ മറ്റുള്ളവരുടേത് കോപ്പി അടിച്ച് എഴുതാത്തതുപോലെ തന്നെ നമ്മുടെ ആൻസർ പേപ്പറിലും കൃത്യമായി ചില കുട്ടികളുണ്ട്, ബിരുദന്മാരായിട്ടുള്ള ആളുകൾ, അവരെന്ത് ചെയ്യും, എഴുതിയ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും അവസാനത്തിൽ ഒന്നുകൂടി എഴുതും. അതോടുകൂടി നോക്കുന്ന ടീച്ചറിന് നല്ല ദേഷ്യം പിടിക്കും. കാരണം എന്തേ, ഒരേ മാർക്കിൻ്റെ 15B അല്ലെങ്കിൽ 15 എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ 2 വട്ടം എഴുതുമ്പോൾ അറിയാതെ 2 പ്രാവശ്യം മാർക്ക് ഇടേണ്ട അവസ്ഥ വരും. അത് ആകെ അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 40ൽ 56, 75 മാർക്ക് കിട്ടുന്ന അവസ്ഥ എന്ത് ചെയ്യരുത്, പലപ്പോഴും ടീച്ചേഴ്സിന് എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു നിലക്കും ചീറ്റിംഗ് പാടില്ല. മാത്രമല്ല ചിലപ്പോൾ 2 ഓപ്ഷനിൽ 1 എഴുതിയാൽ മതിയാകും. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എഴുതാനാണ് ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ എഴുതിയാൽ മതി. എങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് എഴുതിയേ തീരൂ എന്ന് നിങ്ങൾക്ക് വാശിയാണെങ്കിൽ നിങ്ങൾ ആൻസർ പേപ്പറിൻ്റെ അവസാനത്തിൽ അത് ഏത് പാർട്ടാണ്, 4ാമത്തെ ഭാഗത്തിൽ നിന്നുള്ള 3ാമത്തെ ചോദ്യമാണ് എങ്കിൽ അത് കൃത്യമായി മുകളിൽ അടയാളപ്പെടുത്തിയിട്ട് വേണം ആ അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് എഴുതാൻ, അത്ര നിർബന്ധമുള്ളവരാണെങ്കിൽ. പക്ഷേ നിങ്ങൾ ആ പറഞ്ഞ 2 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഓപ്ഷൻ ഏതാണോ അത് കൃത്യമായി എഴുതുന്ന രൂപത്തിലേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40ൽ 55, 60 മാർക്ക് കിട്ടി അത് നോക്കുന്ന ടീച്ചറിന് നല്ല പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മുടെ എക്സാം പേപ്പർ മാറരുത്. അപ്പോൾ എന്താ പാടില്ല, നമ്മൾ ഒരു നിലക്കും ചീറ്റിംഗ് കാണിക്കുന്നില്ല, നമ്മുടെ പേപ്പർ എന്താണ്, സിൻസിയർ ആയിട്ടുള്ള നമ്മുടെ എഴുത്തുകളാണെന്ന് എന്ത് ചെയ്യണം, ഒരു ടീച്ചറിന് ബോധ്യപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കേണ്ടതുണ്ട്. ഇനി ഒരു എക്സാം ഹാളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട സംഗതി എന്താ, നമ്മുടെ കോൺഫിഡൻറ്റ് തന്നെയാണ്. ഈ ഒരു എക്സാമിൽ എനിക്ക് മുഴുവൻ മാർക്ക് ലഭിക്കും, എനിക്ക്
എനിക്ക് A+ ലഭിക്കും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ നല്ല ഒരു മിനിറ്റൊക്കെ, ചിലപ്പോൾ 2.5 മണിക്കൂർ എക്സാം ഒക്കെ ആണെങ്കിൽ ഒരു അത്യാവശ്യം 1 മണിക്കൂറൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് കണ്ണൊക്കെ ഒന്ന് അടച്ചു പിടിച്ച് എന്താ ചെയ്യുക, ഒന്ന് കോൺഫിഡൻറ്റോട് കൂടി ഇത് എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റോട് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. വരുന്ന ടീച്ചേഴ്സിനെ കൃത്യമായി ബഹുമാനിക്കാനും നമുക്ക് പറ്റണം. കാരണം പലതരത്തിലുള്ള ആളുകളായിരിക്കും നമുക്ക് ഇൻവിജിലേറ്റർമാരായിട്ട് ഒരുപക്ഷെ അവരുടെ സ്വഭാവത്തിലുണ്ടാവുക. ചിലർ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും, ചിലവർ അല്പം തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. എനിക്ക് തന്നെ ഈ ഒരു രംഗത്തുണ്ടായ നല്ലൊരു അനുഭവമുണ്ട്. എനിക്ക് 10th പരീക്ഷ കഴിയുമ്പോൾ സമയത്ത് പിന്നെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ബയോളജിക്ക് A+ ഉണ്ടായിരുന്നു, ഈവൻ ഫിസിക്സിന് A+ ഉണ്ടായിരുന്നു, മാത്സിനും എനിക്ക് A+ ഉണ്ടായിരുന്നു. എനിക്ക് A+ പോയത് ഒറ്റൊരു സബ്ജക്റ്റിനാണ്, അത് കെമിസ്ട്രി ആയിരുന്നു. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്ന ടീച്ചർ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല ചൂടായി നിൽക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹം എല്ലാവരും നല്ല സ്ട്രിക്റ്റിൽ നിർത്തിയെന്ന് മാത്രമല്ല, ആ സ്ട്രിക്റ്റ്നെസ് കണ്ട് പേടിച്ച് അവസാനം എന്ത് ചെയ്തു, എൻ്റെ പേപ്പർ ഞാൻ തലകുത്തനെ പോയി കെട്ടി. തലകുത്തനെ കെട്ടിയെന്ന് അവസാനമാണ് എനിക്ക് മനസ്സിലായത് ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ തലകുത്തി കെട്ടിയ പേപ്പർ എന്ത് ചെയ്തു, തിരുത്താൻ വേണ്ടി നോക്കിയപ്പോൾ അവസാനം പേപ്പർ കീറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. അത് എക്സാം പേപ്പറിനെ നന്നായിട്ട് എന്ത് ചെയ്തു, എഫക്റ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ പരിഹാരം ഞാൻ തീർത്തത് +2 +2 120 119 മാർക്കും വാങ്ങി ഇപ്പോൾ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് മാറാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഭയങ്കര അഭിമാനത്തോടു കൂടി തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ പേപ്പറിൽ എന്തായിരിക്കണം, കൃത്യമായിരിക്കണം, സിമ്പിളായിരിക്കണം, നോക്കുന്ന ടീച്ചറിന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലേക്ക് നമ്മുടേതായ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മക്കൾക്കും എന്ത് ചെയ്യുക, നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക് യു. XandY Learning, better foundation, brighter future.